CPM നേതാവ് കെ അനിൽകുമാർ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ ഈ ആൾക്കൂട്ട കൊലപാതകം എന്നുള്ളൊരു വകുപ്പ് ചുമത്താൻ പോലീസിന് ആദ്യഘട്ടത്തിൽ വിസമ്മതിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നേരത്തെ ഈ ഒരു നീക്കത്തിലേക്ക് പോലീസിന് കടക്കാമായിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ഉള്ളത്. പോലീസ് ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും വേഗം അതിലെ പ്രതികളെ പിടിയിലാകുക എന്നുള്ളതാണ് പ്രധാനം. ഏറ്റവും പ്രധാനപ്പെട്ട 4 പ്രതികൾ ആദ്യഘട്ടത്തിൽ തന്നെ പിടിയിലായിട്ടുണ്ട്. ബാക്കി ആരൊക്കെയാണ് ഏതൊക്കെ ഭാഗമാണെന്ന് പരിശോധിച്ച് അവരെ കസ്റ്റഡിയിലെടുക്കുക എന്നുള്ളതിലാണ് പോലീസ് ആദ്യം മുന്നുന്നത്. 2 കൊലപാതകം ഉണ്ടായ സാഹചര്യത്തിൽ ആ കൊലപാതകത്തിന്റെ ഉള്ളുകിളുകളെ മനസ്സിലാക്കിക്കൊണ്ട് കൊലപാതക കേസ് തന്നെ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇദ്ദേഹം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടയാളെന്ന വിവരം പിന്നീടാണ് ലഭ്യമായെന്നാണ് മനസ്സിലാകുന്നത്. അതുകൂടി ചേർത്തുകൊണ്ട് ആ വകുപ്പ് കൂടുതലായി ചേർക്കുക എന്ന് പറയുന്നത് അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ചെയ്യുന്നതാണ്. പിന്നീട് വസ്തുതാപരമായി ഇവിടുന്ന് ലഭിക്കുന്ന തെളിവുകളുടെയും മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇത് ആൾക്കൂട്ട കൊലപാതകമാണ്, കാരണം ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു കടന്നാക്രമണം നടത്തി എന്ന് വരുമ്പോൾ പ്രാഥമികമായി FIR രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ തലത്തിലല്ല അന്വേഷണം എത്തുക. ഒരു FIR എടുക്കുന്ന ഉദ്യോഗസ്ഥൻ അവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറോ തരത്തിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും. പക്ഷെ അന്വേഷണം ഏറ്റെടുക്കുന്ന ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അതിൽ ഏറ്റവും എല്ലാ വകുപ്പുകളെയും ഇഴകീറി പരിശോധിച്ച് ഒരു പ്രതിയെ നിയമപരമായി ഏറ്റവും ഉയർന്ന ശിക്ഷ ലഭ്യമാക്കുന്നതിലേക്ക് എത്തിക്കുക എന്ന നിയമപരമായ രീതി നടക്കേണ്ടത്. കേരളത്തെ സംബന്ധിച്ച് വർഗീയ ശക്തികൾ കേരളത്തെ പകുത്തെടുക്കാൻ നിൽക്കുന്ന ഒരു പരിശ്രമം നമ്മുടെ മുമ്പിലുണ്ട്. അതായത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് ഏകപക്ഷീയവുമല്ല, RSS മാത്രമല്ല, വ്യത്യസ്തമായ മതവിഭാഗങ്ങളുടെ മതരാഷ്ട്രീയം കടുത്ത കടന്നാക്രമണം നമ്മുടെ നാട്ടിൽ നടത്തുകയും. വളരെയധികം നന്ദി ശ്രീ കെ അനിൽകുമാർ പ്രതികരിച്ചതിന്. ഏതായാലും ഗുരുതരമായ വകുപ്പുകൾ ഈ വിഷയത്തിൽ പോലീസ് ചേർത്തിരിക്കുകയാണ്.